അയ്യപ്പനെ വെച്ച് രാഷ്ട്രീയം കളിക്കാൻ ശ്രമിച്ചത്, രാഷ്ട്രീയ നാടകം കളിച്ച എല്ലാവരും ആ അർത്ഥത്തിൽ തന്നെ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ സംഭവം. അത് ചരിത്രമാണെങ്കിലും വർത്തമാനകാലമാണെങ്കിലും അതാരാണെങ്കിലും ശരി. അടിച്ചോണ്ട് പോയ കുഴപ്പമില്ല. സുഭാഷ് കപൂർ ആരാണ്? അയ്യപ്പൻ എന്ന് പറയുന്ന വിശ്വാസത്തെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്ത ആരും കുണം പിടിച്ചിട്ടില്ല എന്ന് പറയുള്ളൂ, ഇൻവേർട്ടഡ് കോമയിൽ. അതാണ് സംഭവം. അത് കേരളത്തിൻ്റെ രാഷ്ട്രീയം പരിശോധിച്ചാൽ മനസ്സിലാവും. അതവിടെ നിൽക്കട്ടെ. ഈ സുഭാഷ് കപൂറിനെ കുറിച്ച് പറഞ്ഞ് ഞാൻ തുടങ്ങാം. ഈ സുഭാഷ് കപൂറിനെ കുറിച്ച് നേരത്തെ സുജയ പറഞ്ഞതുപോലെ ഈ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ നിന്ന്, തഞ്ചാവൂർ അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന്, അരിയാലൂർ ഗ്രാമത്തിൽ നിന്ന് വരദരാജ പെരുമാളിൻ്റെ വിഗ്രഹങ്ങളടക്കം മോഷ്ടിച്ചു കൊണ്ടുപോയെന്നാണ്. അദ്ദേഹം തുടങ്ങുന്ന സമയത്ത് വളരെ മാന്യമായി പുരാവസ്തു കച്ചവടം നടത്തിയിരുന്ന ഒരാളാണ്. ആരെപ്പോലെ? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുരാവസ്തു ആയിരുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂരിൽ പോയി ഒരു ക്ഷേത്രം തന്നെ തുടങ്ങി വിശ്വാസികളുടെ വിശ്വാസം ആർജിച്ച ആളാണ്. അതേപോലെയാണ് ഇപ്പോൾ ഈ സുഭാഷ് കപൂറിന് 75 വയസ്സുണ്ട്. തൃച്ചി ജയിലിലാണ് ഇദ്ദേഹം കഴിയുന്നത്. മാൻഹാട്ടനിൽ ഏറ്റവും മൂല്യമേറിയ വസ്തുക്കൾ ഇൻ്റർനാഷണൽ ഗാലറികളിൽ കൊണ്ടുപോയി പ്രദർശിപ്പിച്ച് വിറ്റ് ജീവിച്ച മനുഷ്യനാണ്. പക്ഷെ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് തോന്നി ഈ കച്ചവടം ഇങ്ങനെ നടത്തിയാൽ പോരാ, ക്ഷേത്രങ്ങളിലെ വിഗ്രഹം അടിച്ചുകൊണ്ട് പോകുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ആർട്ടിസ്റ്റിക്കായ ആൻറ്റിക് വാല്യൂ ഉള്ള ആത്മീയ മൂല്യമുള്ള വിഗ്രഹങ്ങളുടെ പകർപ്പുകൾ എടുക്കുക മാത്രമല്ല ഇത്. 19 വിഗ്രഹങ്ങളാണ് ഒരു ക്ഷേത്രത്തിൻ്റെ 3 ക്ഷേത്രങ്ങളിൽ നിന്നായിട്ട് അടിച്ചുകൊണ്ട് പോയത്. തഞ്ചാവൂരാണെങ്കിലും അരിയാലൂരിലാണെങ്കിലും അതേപോലെ ശ്രീപുരന്തരനിലാണെങ്കിലും ഈ ശ്രീപുരന്തരൻ നടരാജ വിഗ്രഹമൊക്കെ അടിച്ചുകൊണ്ട് പോകുമ്പോൾ അതിന് കോടികൾ വിലമതിക്കുന്ന സംഭവമാണ്. ഇതൊക്കെ ഇൻ്റർനാഷണലിലേക്കാണ് മാർക്കറ്റ് ചെയ്തിരിക്കുന്നത്. വിദേശ കമ്പോളങ്ങളിലേക്ക് കൊണ്ടുപോയി കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടാക്കി. ഒടുവിൽ ഇയാളെ കണ്ടെത്തുന്ന അമേരിക്കയിലാണ്. പക്ഷേ ഇയാളെ പിടികൂടുന്നത് ജർമ്മനി ഫ്രാങ്ക്ഫർട്ടിൽ വെച്ചാണ്. അവിടെ നിന്ന് പിടികൂടി 2012 മറ്റുമാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. ട്രിച്ചിയിൽ, വെല്ലൂരിലായിരുന്നു. പിന്നീട് ട്രിച്ചിയിലേക്ക് കൊണ്ടുപോയി ആദ്യം 10 വർഷം തടവിന് ശിക്ഷിച്ചു. ഇപ്പോൾ 3 കേസുകളിൽ കൂടി ട്രയൽ നടക്കുകയാണ്. ഇപ്പോഴും ജയിലിലാണ്. വയസ്സ് 74 ആ സുഭാഷ് കപൂറിൻ്റെ ചില സ്വഭാവം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ പറ്റും. അതിലൊന്ന് ഈ വിശ്വാസമാർജിക്കലാണ്. ഈ സുഭാഷ് കപൂറിനെ കുറിച്ച് അത് അന്വേഷിച്ച് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്ന 2 വാചകങ്ങൾ. ഒന്ന്, ഹീ ഈസ് വെരി അഗ്രസീവ് ആൻഡ് ഹീ ഈസ് വെരി ബിലീവബിൾ എന്നാണ്. വിശ്വസിപ്പിക്കുന്ന രീതിയിൽ വർത്തമാനം പറയുന്ന, എന്നാൽ ബിസിനസ്സിനെ കുറിച്ച് വളരെ അഗ്രസീവായിട്ട് സംസാരിക്കുന്ന ഒരാളായിരുന്നു ഇയാൾ. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ റോധ ജുവലറിയുടെ ഉടമയായ ഗോവർദ്ധനുമെല്ലാം വളരെ അഗ്രസീവായ, വിശ്വസിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ആളുകൾ തന്നെയായിരുന്നു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയ സാധനങ്ങൾ ഏകദേശം സുഭാഷ് കപൂർ കടത്തിയിരിക്കുന്ന സാധനങ്ങൾ പോലെ ആർട്ടിസ്റ്റിക് വാല്യൂ ഉള്ളതാണ്, സ്പിരിച്വാലിറ്റി വാല്യൂ ഉള്ളതാണ്. ഇന്ന് കോടതിയുടെ ഉത്തരവിൽ തന്നെ പറയുന്നത് കലാ, ആത്മീയ, സാംസ്കാരിക മൂല്യമുള്ള സാധനങ്ങളാണ് കൊണ്ടുപോയിരിക്കുന്നത്. 1, ശബരിമലയിലെ വാതിൽപ്പാളി ഇപ്പോൾ നമ്മൾ സംശയിക്കുന്നത്. 2, അതിൻ്റെ ദ്വാരപാലക ശില്പങ്ങൾ. 3, അതിൻ്റെ കട്ടളപ്പാളി. 4, അതിൻ്റെ സൈഡുകളിലുള്ള പില്ലറുകളിൽ തൂക്കിയിരുന്ന പാളികൾ. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട സാധനങ്ങൾ. അതിൽ ഡോറിൻ്റെ കാര്യത്തിൽ ഇനി ഒരു കൺഫർമേഷൻ വരാറുണ്ട്. ബാക്കിയുള്ള 3 ഇതിനകം തന്നെ ഉറപ്പാക്കിയതാണ്. ഈ 3 സാധനങ്ങളുടെ പകർപ്പുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലുണ്ട്. ഡോറിൻ്റെ പകർപ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലുണ്ട്. ഈ പകർപ്പുകൾ ഉപയോഗിച്ച് യഥാർത്ഥമെന്ന് തോന്നാവുന്ന തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കി പല പ്രമുഖരായ വ്യവസായികളുടെയും വീടുകളിലേക്ക് കടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയം. ഇത് സംശയിക്കുന്ന ഒരു കാരണമുണ്ടെന്നേ. 2019 ഈ സ്വർണ്ണപ്പാളിയിൽ ഏറ്റവും നിർണായകമായ വിവരം പുറത്തുവിട്ടത് നമ്മൾ റിപ്പോർട്ടർ ടിവിയാണ്. എന്താണ്? ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി സ്വർണ്ണപ്പാളി പൂജിച്ചു. ജയറാം തന്നെ വന്ന് നമ്മളോട് പറഞ്ഞു, ഇത് ആദ്യം ജയറാമിൻ്റെ വീട്ടിൽ വരുന്നതിന് മുൻപ് സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ യാർഡിൽ കൊണ്ടുപോയിട്ടാണ്, അവിടെയുള്ള ഒരു ഫാക്ടറിയിൽ കൊണ്ടുപോയിട്ടാണ് പൂജിച്ചത്. അന്ന് ആ സമയത്ത് അവിടുത്തെ ഒരു പ്രമുഖ വ്യവസായി അടക്കമുണ്ടായിരുന്നു. അതായത് ചെന്നൈ നഗരത്തിലെ ഏറ്റവും സമ്പന്നരായ ആളുകളാണ് ആ സ്വകാര്യ പൂജയിൽ പങ്കെടുത്തത്. ദേവസ്വം മാനുവലിന് വിരുദ്ധമായ, നിയമവിരുദ്ധമായ, ചട്ടവിരുദ്ധമായ സ്വകാര്യ പൂജയിൽ പങ്കെടുത്തത് അവിടുത്തെ വ്യവസായികളായിരുന്നു. വ്യവസായികളെ വിളിച്ചുകൊണ്ട് ഇത് നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിലെ വാണിജ്യ താല്പര്യം എന്താണെന്ന് ഞാൻ പറയണോ? അപ്പോൾ ഇത് സുഭാഷ് കപൂർ ചെയ്തതുപോലെയുമല്ല. അതിനേക്കാൾ ഒരുപടി കൂടി കടന്ന് വിശ്വാസത്തെ കൂടി വിറ്റാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അത് ഉണ്ടാക്കിയത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി അറിയേണ്ടത് ഇതിനകത്ത് ദേവസ്വം ബോർഡിൻ്റെ പങ്കിനെ കുറിച്ചാണ്. ആ ദേവസ്വം ബോർഡിൻ്റെ പങ്കിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു കാര്യം പ്രേക്ഷകർ മനസ്സിലാക്കണം. ദേവസ്വം ബോർഡിന് ഇത് ഒന്നും അറിയില്ല എന്ന് എ പത്മകുമാർ പറഞ്ഞതുപോലെ മാറി നിൽക്കാൻ കഴിയില്ല. കോടതി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഈ ദേവൻ്റെ മൈനറായ ദേവൻ്റെ ലീഗൽ ഗാർഡിയനാണ് യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത്. അങ്ങനെ ആ അർത്ഥത്തിൽ ദേവനോടും അവിടുത്തെ ഭക്തരോട്, ഇതിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഗുണഭോക്താക്കളായ ഭക്തരോട് ഉത്തരവാദിത്വമുണ്ട്, സ്റ്റേറ്റിനോട് ഉത്തരവാദിത്വമുണ്ട്. ഈ 3 ഉത്തരവാദിത്വങ്ങളുണ്ട് ദേവസ്വം ബോർഡിന്. അപ്പോൾ ദേവനോട് ഉത്തരവാദിത്വമുണ്ടെങ്കിൽ ദേവൻ്റെ വസ്തുവകകളോടും ഉത്തരവാദിത്വമുണ്ട്. സാങ്കേതികമായി, നിയമപരമായി അത് സൂക്ഷിക്കുന്നത് തിരുവാഭരണം കമ്മീഷണറാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ നമുക്ക് പിടിക്കാൻ കഴിയില്ല. കാര്യം അതിൻ്റെ ഉത്തരവാദിത്വം തിരുവാഭരണം കമ്മീഷണർക്കാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷേ ഈ 3 ഉത്തരവാദിത്വങ്ങളിൽ ഒരു ഉത്തരവാദിത്വം ഈ ദേവസ്വം ബോർഡ് നിറവേറ്റിയില്ല. അതേതാണ്? അതാണ് കോടതി ആവർത്തിച്ച് പറയുന്നത്, ദേവസ്വം മാനുവലിൻ്റെ ലംഘനം. ആ ദേവസ്വം മാനുവലിൻ്റെ ലംഘനത്തിൽ നിന്ന് 2019 ദേവസ്വം ബോർഡിനും 2025 ഇപ്പോഴുള്ള PS പ്രശാന്തിൻ്റെ ദേവസ്വം ബോർഡിനും ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ അതൊരു വീഴ്ചയ്ക്കും അപ്പുറത്തേക്ക് എങ്ങനെയാണ് ഒരു ക്രിമിനലായ ഒരു ആക്ടിവിറ്റിയായി മാറുന്നത് എന്നതാണ് സംശയം. ഏറ്റവും പ്രസക്തമായ ചോദ്യം ഉയരുന്നത്, ഈ വാതിൽ വ്യാജമാണോ?
അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന കോടതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം. അവിടെ ഇരിക്കുന്നതൊക്കെ ഒറിജിനൽ ആണോ? അവിടെ ഇരിക്കുന്ന അയ്യപ്പൻ ഒറിജിനലാണ്, ബാക്കിയുള്ളതൊക്കെ ഒറിജിനൽ ആണോ എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒറിജിനൽ അല്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ചർച്ചയ്ക്ക് എടുക്കുന്നത്. പക്ഷേ അവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വാതിൽ 2.5 കിലോ 2519 ഗ്രാമാണ് വിജയമല്യ ഈ വാതിലിൽ പൂശിയിരുന്നത്. ഇപ്പോൾ ആ വാതിലിൽ എത്ര സ്വർണ്ണം ഉണ്ടെന്നറിയാമോ? 329 ഗ്രാമോ 24 ഗ്രാം മാത്രമാണ്. 324 ഗ്രാം. പക്ഷേ അതിൻ്റെ അർത്ഥം ഈ മൊത്തം അടിച്ചുകൊണ്ട് പോയി എന്നുള്ളതല്ല. ഈ 2500 ഗ്രാമിൽ എത്ര ഇവിടെ ബാക്കിയുണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്ക് കോടതിയുടെ മുന്നിലില്ല. അത് കണ്ടെത്തണം എന്നുള്ളതാണ് SITയോട് പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല അവിടെ അഷ്ടദ്രവ്യാഭിഷേകത്തിൻ്റെ കൗണ്ടറിൻ്റെ അടുത്ത് ഇത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ നമ്മൾ ശബരിമലയിൽ പോകുമ്പോൾ 2019 മുമ്പ് ശബരിമലയിൽ പോയവർ കണ്ട ആ ശബരിമലയിലെ നട തുറക്കുന്നതിന് മുൻപുള്ള ആ വാതിലുണ്ടല്ലോ, ആ വാതിൽ ഒരിടത്ത് താങ്ങി വെച്ച നിലയിലാണ് കണ്ടെത്തിയതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം ഉത്തരവാദിത്വരഹിതമായിട്ടാണ് അതവിടെ കാര്യങ്ങൾ നടന്നിരുന്നത് എന്നതിന്റെ നേർചിത്രമാണ്. അതിൽ ഇനി അത് യുവതീ പ്രവേശന വിധിക്ക് ശേഷം അപ്പോൾ മൊത്തത്തിൽ ശബരിമല ഡ്യൂപ്ലിക്കേഷൻ അതാണൊരു സംശയമുള്ളത്. ഈ അതിനുശേഷം ആ തിരക്കിലും പ്രളയത്തിലും കോവിഡിന്റെ കാലത്തും ഒക്കെ അവിടെ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്നുള്ളതിന്റെ ആഴത്തിലുള്ള ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി പറയാം. ഈ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയില്ല എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഹൈക്കോടതി. മിനിറ്റ്സിൽ പലതും ഒന്നും തന്നെ കാണുന്നില്ലെന്നാണ്. ഇതാണോ മിനിറ്റ്സ് എന്ന് കോടതി സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് കോടതി പറയുന്നുണ്ട് ആ വീഴ്ചകൾ ക്രമരഹിതമാണ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഇൻകംപ്ലീറ്റ് ആണ്, അപൂർണമാണ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ദ ഫെയിലിയർ ടു മെയിൻറ്റെയിൻ ദ മിനിറ്റ്സ് ഇൻ എ റെഗുലർ ആൻഡ് കണ്ടംപറേനിയസ് മാനർ കൺസ്റ്റിറ്റ്യൂട്ട്സ് ഗ്രേവ് ലാപ്സ് എന്നാണ്. അതിനെ സമകാലിക സ്വഭാവത്തിൽ, അതായത് സമയബന്ധിതമായിട്ടും കൃത്യമായിട്ടും ഇത് രേഖപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. 2/9/2025 അതായത് ഇപ്പോൾ നമ്മൾ ഈ 3 പേരുടെ കാര്യം പ്രധാനമായിട്ടും പറയണം. ഇതിനകത്ത് ഏറ്റവും ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് പത്മകുമാറിനും വാസുവിനുമാണെന്ന് പറയേണ്ടി വരും. വാസുവിന് സംഭവിച്ചിരിക്കുന്നതിനകത്തൊരു ക്രിമിനൽ നെഗ്ലിജൻസ് ഉണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും. കാരണം കട്ടോണ്ട് പോയ സ്വർണം 494 ഗ്രാം സ്വർണം എൻ്റെ കയ്യിലുണ്ട് എന്ന് ഒരു ഇമെയിൽ അന്ന് ദേവസ്വം പ്രസിഡന്റായ ഈ സ്വർണം കട്ടോണ്ട് പോകുന്ന സമയത്ത് കമ്മീഷണറായ വാസുവിന് കിട്ടുമ്പോൾ വാസു അതിനെക്കുറിച്ച് ആ കത്തങ്ങ് ഫോർവേഡ് ചെയ്യാണ് അതിൽ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കട്ടോണ്ട് പോയ സ്വർണ്ണമാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? അതൊരു മനഃപൂർവ്വമായ ലാപ്സ് ആണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അവിടെയാണ് വാസു മറുപടി പറയേണ്ടത്. പത്മകുമാർ ആണെങ്കിൽ ഇതിൽ മിനിറ്റ്സിൽ രേഖപ്പെടുത്താഞ്ഞത്, മാനുവൽ ലംഘനം, ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഇതെല്ലാം കൊടുത്തുവിടുന്നതിന് നിമിത്തമായിട്ടുള്ള ഉത്തരവുകൾ, ഇതിലെല്ലാം പത്മകുമാർ മറുപടി പറയേണ്ടി വരും. പക്ഷേ പ്രശാന്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കോടതി 2 കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിരുന്നില്ല, സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചിരുന്നില്ല. ഈ 2 കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ അതിനും അപ്പുറത്തേക്ക് പ്രശാന്തിനെ സേവ് ചെയ്യുന്നൊരു ഭാഗം കൂടിയുണ്ട്. അതും ഇന്നത്തെ കോടതി വിധിയിൽ നമുക്ക് വ്യക്തമായിട്ട് വായിച്ചെടുക്കാൻ പറ്റും. 2021 21ാമത്തെ പേജിൽ കോടതി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തയക്കണമെന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡല്ല, പകരം കമ്മീഷണർ കൊടുത്തിരിക്കുന്ന കത്തിൻ്റെ പുറത്ത് ദേവസ്വം ബോർഡ് എടുത്തിരിക്കുന്ന തീരുമാനമാണ് എന്നാണ്. അപ്പോൾ കമ്മീഷണറാണ് യഥാർത്ഥത്തിൽ ഇത് തുടങ്ങുന്നത്. തിരുവാഭരണം കമ്മീഷണറിൻ്റെ ക്രാക്ക് ഉണ്ടെന്ന് പറയുന്നു. അതിനുശേഷം ഇത് പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടാം എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ്? ദ ലെറ്റർ റെഫേർഡ് ടു എ സീരിയസ് ഡാമേജ് ഐഡന്റിഫൈ ദേവസ്വം സ്മിത്ത്. പോറ്റിയുടെ അണ്ടർടേക്കിംഗ് ഒക്കെ എടുക്കുന്നത് കമ്മീഷണറാണ്. എന്നിട്ട് പറയുന്നത്, ഈ കമ്മീഷണർ പറയുന്നു ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടാം എന്നുള്ളത്. അതിൻ്റെ പുറത്താണ് ദേവസ്വം തീരുമാനമെടുക്കുന്നത്. പക്ഷേ അവിടെ പോസിറ്റീവായ ഒരു കാര്യം പ്രശാന്ത് ചെയ്തു, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മാനുവൽ ലംഘിച്ചു എന്നത് സാങ്കേതികമായി നിലനിൽക്കുമ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ പത്മകുമാർ കൊടുത്തു വിട്ടതുപോലെ കൊടുത്തു വിട്ടില്ല. പകരം ഉദ്യോഗസ്ഥരുടെ കയ്യിൽ കൊടുത്തുവിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടില്ലെന്ന് മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആതിഥേയത്വം സ്വീകരിക്കാൻ സമ്മതിച്ചിട്ടുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി പകരം ഉദ്യോഗസ്ഥരുടെ കയ്യിൽ കൃത്യമായിട്ടും ചട്ടപ്രകാരം കയ്യിൽ കൊടുത്തുവിട്ടു, ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ കൊടുത്തുവിട്ടു എന്നുള്ളതാണ്. അവിടെ PS പ്രശാന്ത് അതേ ഉള്ളൂ. മാത്രമല്ല ഇപ്പോൾ തിരിച്ചുകൊണ്ട് വന്നിരിക്കുന്ന സ്വർണ്ണപ്പാളി 2 ഗ്രാം കൂടുതലുമുണ്ട്. കണക്കുകൾ പ്രകാരം നമ്മളത് നേരത്തെ വിശദീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് സാങ്കേതികമായി PS പ്രശാന്ത് ഈ കേസിൽ കുടുങ്ങുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ അങ്ങനെയല്ല, വാസുവിന്റെ കാര്യത്തിൽ ഒരു ക്രിമിനൽ നെഗ്ലിജൻസ് ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയം നിലനിൽക്കും. പത്മകുമാറിന്റെ കാര്യത്തിൽ പത്മകുമാർ ഇതിൽ ഏതെങ്കിലും ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ ഇതിന് അന്വേഷണത്തിൽ തെളിയേണ്ട കാര്യമാണ്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കുറ്റകരമായ അനാസ്ഥയാണ്. അവിടെ മുരാരി ബാബുവിൻ്റെയും ഈ സുധീഷ് കുമാറിൻ്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ഒക്കെ മാഫിയ സംഘത്തിൻ്റെ നിസ്സഹായരായി നിന്ന ദേവസ്വം ബോർഡിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാറ്റമുണ്ടാകുമെന്ന സർക്കാരിൻ്റെ തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പുതിയ ദേവസ്വം ബോർഡ് വരണം, കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടി കാര്യങ്ങൾ നടക്കട്ടെ. അത് ഈ കേസിൽ മാത്രമല്ല, പ്രയാറിൻ്റെ കാലത്ത് സ്വർണ്ണമടിച്ചു പാത്രത്തിൻ്റെ പേരിൽ 1.5 കോടിയിലധികം രൂപ മോഷ്ടിച്ച കേസ് നമ്മുടെ മുന്നിലുണ്ട്. ഈ കേസൊക്കെ അന്വേഷിക്കപ്പെടുകയും ഉത്തരവാദിത്വത്തോടുകൂടി ആ കേസിന് പിന്നാലെ പോവുകയും ചെയ്യണം. ഉത്തരവാദിത്വമുള്ള ദേവസ്വം ബോർഡ് വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. Meet the editors.